2026 ഒരാൾ ഒന്ന് തൂക്കും എന്ന് പറഞ്ഞപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് തൂക്കുമെന്ന് ആരും പ്രതീക്ഷ കാണില്ല. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. ഒരുതരം ഒറ്റയ്ക്ക് ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഫോസിൽ വരെ കത്തിച്ച ധൈര്യത്തിന്റെ പേരാണ് ഇപ്പോ ദളപതി വിജയ്. അന്ന് ഇന്ന് എന്നും പറയുന്ന ഒരു കാര്യമാണ്, ധൈര്യത്തിലും ചങ്കൂട്ടത്തിലും ഇങ്ങേര് മറ്റൊരു ഹിറ്റ്ലറാണ്. ഈ ചരിത്രമൊക്കെ സിനിമയെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ സിനിമ തന്നെ ഒരു ചരിത്രമാവുന്നത് ഇതാദ്യമാണ്. ഇത്രയും സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു വിക്ടറി അങ്ങനെ കേട്ടറി പോലും ഇല്ല. ഇങ്ങേര് വന്ന് തമിഴ്നാടിനെ ഒറ്റയ്ക്കങ്ങ് വിഴുങ്ങി. 2024 പെട്ടെന്നൊരു ദിവസം ഒരു വാർത്ത വരുന്നു. ദളപതി വിജയ് സിനിമയിൽ നിന്ന് ഒരു വലിയ ബ്രേക്ക് എടുക്കാൻ പോകുന്നു. 2026 ഇലക്ഷന് വേണ്ടി പാർട്ടി രൂപീകരിക്കുന്നു. അങ്ങനെ TVK എന്ന പാർട്ടി രൂപീകരിക്കുന്നു. വിജയ് സിനിമ അവസാനിപ്പിക്കുന്നു. അതായത് തമിഴ് സിനിമയുടെ ടോപ്പിൽ അങ്ങേരുടെ പീക്ക് ടൈമില്, ആ ടൈമില് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ലിയോ ഇൻഡസ്ട്രിയിൽ അടിച്ചു നിൽക്കുന്ന ആ ഒരു ടൈമില് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. ഈ ഒരു പൊളിറ്റിക്കൽ എൻട്രിയിൽ പുള്ളി പ്രതീക്ഷിച്ചത് പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നെങ്കിൽ കിട്ടിയത് വൻ നെഗറ്റീവ് ആയിരുന്നു. അതിന്റെ മെയിൻ കാരണം, ഇനി സിനിമയില്ലെന്ന റിയാലിറ്റി ഫാൻസിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഡൈഹാർഡ് ഫാൻസ് ഉള്ളത് വിജയ്ക്കാണ്. അങ്ങനെയുടെ ഓരോ പടവും ഓരോ ഫെസ്റ്റിവൽ പോലെയാണ്. അങ്ങനെയുള്ളപ്പോ ഇനി സിനിമയില്ലെന്ന് പറയുന്നത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ സ്വന്തം ഫാൻസിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ്, മറ്റുള്ള ഫാൻസുകാരുടെ ഡീഗ്രേഡിങ്, പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഡയറക്റ്റ് ആക്രമണങ്ങള്, അങ്ങനെ അതെല്ലാം തരണം ചെയ്ത് വന്നപ്പോ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. കരൂർ ആൾക്കൂട്ട മരണം. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഭാവിക്ക് ഷട്ടറിടാൻ ഈ ഒരു ഒറ്റ കാരണം മതി, പണി തീർന്നനെ. പക്ഷെ ഇവിടെ അതുപോലൊരു സംഭവം ഫേസ് ചെയ്തിട്ടും അങ്ങനെ ഒരു കുലുക്കമില്ലാതെ ഇതിനെല്ലാം ഫൈറ്റ് ചെയ്തു. പണ്ട് കത്തി ഇറങ്ങിയ ടൈമിൽ പുള്ളി FB ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്: ഞാനൊരു വൺ മാൻ ആർമിയാണ്, ലോകം തന്നെ എനിക്കെതിരെ നിന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യും. ഇങ്ങനെയുടെ എൻഡിയർ കരിയർ എടുത്താൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളും വെല്ലുവിളികളും വന്ന് ഒരു സഖ്യകക്ഷി പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇന്ന് ഇത്രയും പാർട്ടിയെ എതിർത്ത് ഭരിക്കുന്ന പാർട്ടിയെ ഡയറക്റ്റ് വെല്ലുവിളിച്ച് തമിഴ്നാട് ഇലക്ഷന്റെ ചരിത്രത്തിൽ 80% മുകളിൽ പോളിംഗ് നടത്തി റിസൾട്ട് വന്നപ്പോ MGRന്റെ റെക്കോർഡ് വരെ പൊട്ടിച്ച് ഇലക്ഷനിൽ 100 സീറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ അടിച്ച അടിയുണ്ടല്ലോ, ഒരുത്തനും അടിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ വിജയുടെ ഈ ഒരു ജേർണി എടുത്താൽ അത് തന്നെ ഒരു എപ്പിക് സിനിമയാണ്. വിജയ് തന്നെ നായകനായി സംവിധാനം ചെയ്ത ഒരു അടാറ് പടം. വർഷങ്ങളായി സൈലന്റ് ആയിട്ട് ഇതിനായി പ്രിപ്പയർ ചെയ്യുന്നു. ഇത്രയും വർഷത്തെ പ്രിപ്പറേഷനിൽ പെട്ടെന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി ഇലക്ഷനിൽ മത്സരിച്ച് 3/4 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഒരു വലിയ പാർട്ടി എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടി മുളച്ചൊരു തീരുമാനമൊന്നുമല്ല. തലൈവ മുതലുള്ള ഇങ്ങനെയുടെ പടങ്ങൾ കണ്ടാൽ കാര്യം മനസ്സിലാവും. ഇങ്ങനെ അന്ന് ഇതെല്ലാം പ്രൊഡിക്ട് ചെയ്ത് ഓരോരോ സിഗ്നൽ തരുന്നുണ്ടായിരുന്നു. ബാക്ക് ടു ബാക്ക് രക്ഷകൻ ടൈപ്പ് പടങ്ങൾ ചെയ്ത് ഓരോരോ സാധാരണക്കാരുടെ മനസ്സിലും അതൊരു ഐഡന്റിറ്റി ആക്കി മാറ്റി. ഇങ്ങേര് ഈ വിജയ് പടങ്ങൾക്ക് എന്നും പറയുന്ന ഒരു നെഗറ്റീവാണ് എല്ലാ പടത്തിലും രക്ഷകൻ. ഇത് ശരിക്കും അങ്ങേരുടെ ഒരു തന്ത്രമായിരുന്നു. ഈ സിനിമയിലൂടെ രക്ഷകൻ എന്നൊരു ഇമേജ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് റിയാലിറ്റിയിൽ അത് ആൾക്കാരുടെ മൈൻഡിൽ അങ്ങ് പതിപ്പിച്ച്. ശരിക്കും പറഞ്ഞ തലൈവ, കത്തി, മെർസൽ, സർക്കാർ, ഈ സിനിമകളുടെ കഥയല്ല ഇപ്പൊ ഇങ്ങനെ റിയൽ ലൈഫിൽ കാണിക്കുന്നത്. ഇതിൽ ബാക്കി ഏത് പടം പോയാലും സർക്കാർ അത് ഇന്നത്തേക്ക് വേണ്ടി അന്നേ അടിച്ചൊരു ആണിയടിയായിരുന്നു. ആ സിനിമ തന്നെയല്ല ഇപ്പൊ സംഭവിക്കുന്നത്. അവകാശം ചോദിച്ച നായകനെ ഭരണ പാർട്ടികൾ അറ്റാക്ക് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ നായകൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ നായകൻ പെട്ടെന്നൊരു ദിവസം ഒരു പൊളിറ്റിക്കൽ പാർട്ടി അങ്ങ് ഉണ്ടാക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണവും പിടിക്കുന്നു. അന്ന് ഈ സിനിമ ഇറങ്ങിയ ആ ഒരു ടൈമിൽ ഇതൊരു എക്സാജറേറ്റഡ് സ്റ്റോറി ആയിരുന്നു. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും നടക്കാത്തൊരു സംഭവം. പക്ഷെ ഇന്ന് അയാൾ അത് നടത്തി കാണിച്ച്. ഈ ലോക രാഷ്ട്രീയത്തിൽ ഇങ്ങനൊരു മാസ് അധികം ആരും കാണിച്ച് കേട്ടിട്ടില്ല. ഈ യഥാർത്ഥ സംഭവങ്ങൾ സിനിമയാക്കി ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു സിനിമ എടുത്ത് ഒരു യഥാർത്ഥ സംഭവം ആക്കുക എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങേരെയൊന്നും ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനേ പാടില്ല. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലൊക്കെ അങ്ങ് അപ്പുറത്ത് ഇങ്ങേര് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു സംഭവം. പണ്ടൊക്കെ ഒരു വിജയ് പടത്തിന്റെ ട്രെയിലർ, സോങ്സ്, അങ്ങനെ പടത്തിന്റെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ അതിലെ വ്യൂസ് ലൈക്ക് കണ്ട് ഇതൊക്കെ ബോട്ടാണെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ റിയൽ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും മെയ് 7 തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുവാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചരിത്രത്തിൽ കയറിയതല്ല, അങ്ങനെ അടിച്ചതേ ചരിത്രത്തെയാണ്. അപ്പോ CM ഓൺ ഡ്യൂട്ടി. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.